നൂറുകണക്കിന് ആയിരക്കണക്കിന് പേരാണ് ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോയിട്ടുള്ളത്. ഇനി അവരുടെ പേരിലുള്ള ബക്കറ്റ് പിരിവുകൾ ആരംഭിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. 2018 നമ്മൾ കണ്ടതാണ്. ബക്കറ്റ് പിരിവിൻ്റെ പേരിൽ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വന്ന എത്രയോ പൈസ, അവരിലേക്ക് വന്ന സാധനങ്ങളൊക്കെ കൊള്ളയടിക്കപ്പെട്ട ഒരു സാഹചര്യം. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ പോലും കൊള്ളയടിക്കുള്ള ഒരു മറയാക്കി മാറ്റാനുള്ള സാഹചര്യം കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇനി അത് സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ അതിഥി ശ്രീ വേണുജി നായർ സാറിലേക്കാണ്. സർ, എപ്പോഴും സംഭവിക്കാൻ പോകുന്നത് ഇത്തരം മഴയുണ്ടാകുന്നു, രാത്രിയിൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു. അതിന് പിന്നാലെ ഈ ആളുകൾ കയ്യിൽ കിട്ടിയ കിടക്കപ്പായും എടുത്തുകൊണ്ട് നെട്ടോട്ടമോടുകയാണ്. അവർ ഏതെങ്കിലുമൊക്കെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അഭയ കേന്ദ്രങ്ങളിലേക്ക് അവർ എത്തിപ്പെടുകയാണ്. എത്തിപ്പെടുന്നതിന് മുൻപ് മരിച്ചു വീഴുന്നവർ നിരവധിയാണ്. കയ്യിൽ കിട്ടിയ വിലപ്പെട്ട സാധനങ്ങളൊന്നും എടുക്കാൻ കഴിയാതെ സ്വന്തം ജീവനും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകൾക്ക്, നമ്മുടെ പൗരന്മാർക്ക് ഇങ്ങനെ രാത്യുരാമാനം അഭയകേന്ദ്രങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, അംഗൻവാടികളിലേക്ക് ഓടേണ്ടി വരുന്നത് എത്ര ദുഃഖകരമായ കാര്യമാണ്. സർ, എന്തുകൊണ്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു ദുരിതം അല്ലെങ്കിൽ ഒരു അതിതീവ്ര മഴ ഉണ്ടാകുമെന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകാൻ കഴിയാത്തത്? അല്ലെങ്കിൽ അത്തരം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ഭരണകൂടങ്ങൾ എന്തുകൊണ്ട് ഈ ദുരിതം ബാധിക്കാനിടയുള്ള സ്ഥലങ്ങളിലെ ആളുകളെ കൃത്യമായി മാറ്റാൻ കഴിയാത്ത? അങ്ങ് നേരത്തെ പറഞ്ഞു, നമ്മുടെ കാലാവസ്ഥയിൽ അതിവേഗം മാറ്റങ്ങൾ വരികയാണ്, നമ്മുടെ സംവിധാനങ്ങൾ അത്രത്തോളം പ്രാഗൽഭ്യം നേടിയിട്ടില്ല അല്ലെങ്കിൽ അത്രത്തോളം അഡ്വാൻസ് ആയിട്ടില്ല എന്നുള്ളത് അങ്ങ് പറഞ്ഞ കാര്യമാണ്. എന്താണ് സാർ ഇതിനൊരു പ്രതിവിധി? നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നമ്മുടെ ഭരണകൂടങ്ങളൊക്കെ തന്നെ ഇനിയും ഇത് തുടർന്നാൽ എത്രയോ ജീവനുകൾ, നേരത്തെ സതീഷ് സാർ പറഞ്ഞപ്പോൾ എത്രയോ ജീവനുകൾ നമ്മുടെ മുന്നിൽ ഇനിയും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനൊക്കെ ഒരു പരിമിതിയുണ്ട്. ആ പരിമിതികളിൽ അവർ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ശാസ്ത്രം നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത്, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് പറഞ്ഞതാണ്. ഇപ്പോൾ നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇപ്പോഴത്തെ ആവറേജ് 430 ppm ആണ്, പാർട്സ് പെർ മില്യൺ ആണ്. 400 ppm കടന്നപ്പോൾ തന്നെ 2013 ആഗോള നിലവാരം 400 ppm മുകളിലേക്ക് പോയത്. കഴിഞ്ഞ 13 വർഷം കൊണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് 1.5 ഇരട്ടി, 2 ഇരട്ടിയോളം ഏകദേശമായിട്ടുണ്ട്. ഈ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഇതൊരു പോയിന്റ് ഓഫ് നോ റിട്ടേണിലേക്ക് പോകുമോ എന്നാണ് സയൻറ്റിസ്റ്റുകൾ അത്ഭുതപ്പെടുന്നത്. ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ റേറ്റ് കൂടുന്നത്. അപ്പം നമ്മൾ ഈ സയൻസിനെ വെച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ അതിതീവ്ര മഴയെക്കുറിച്ച് നമ്മൾ പറയുന്നു. പ്രകൃതിക്ക് അതിൻ്റെ ഒരു താളമുണ്ട്. അപ്പോൾ നമ്മളൊരു ഉദാഹരണം മനുഷ്യ ശരീരത്തിൽ പറയുകയാണെങ്കിൽ, മനുഷ്യനൊരു പനി വരുന്നു. ആ പനിക്ക് നമുക്കൊരു ലക്ഷണങ്ങളുണ്ട്. നമുക്ക് ക്ഷീണം വരുന്നു, വെള്ളം കുടിക്കാനൊന്നും തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനുള്ള ഊർജ്ജമില്ല. ഇതിനെയാണ് സാധാരണ ഒരു 2 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമ്മൾ പനിയെന്ന് പറയുന്നത്. അതേസമയം അതൊരു 4 ഡിഗ്രിയോ 5 ഡിഗ്രിയോ കയറുമ്പോൾ നമ്മളത് പനി എന്നല്ല മെഡിക്കൽ സയൻസിൽ പറയുന്നത്, അതിനെ ഫിറ്റ്സ് എന്നാണ് പറയുന്നത്. ഫിറ്റ്സ് വന്ന ഒരവസ്ഥയിൽ ആ രോഗി എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് പറയാനൊക്കില്ല. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് പ്രകൃതി എത്തുകയാണ്. അതായത് ഇത്രയും ടെമ്പറേച്ചർ കൂടി വരുന്നൊരവസ്ഥയിൽ പ്രകൃതിയുടെ പെരുമാറ്റങ്ങൾ നമുക്കൊരു മോഡലിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു വെരി ഹെവി റെയിൻഫോൾ വരെയൊക്കെ പറയാം. അതും സ്പേഷ്യലി നമുക്ക് എവിടെയൊക്കെ പെയ്യും, എങ്ങനെയൊക്കെ പോകും. കാര്യം വിൻഡ് ഇറാറ്റിക്കായിട്ട് നീങ്ങുന്നത് കൊണ്ട് വിൻഡാണ് പരമപ്രധാനം. നമ്മുടെ കാലാവസ്ഥയായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റെയിൻഫോളോ ക്ലൗഡോ അല്ല, വിൻഡാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. വിൻഡ് എവിടെ മുകളിലേക്ക് പോകുന്നു അവിടെ മാത്രമേ കാലാവസ്ഥ ഉണ്ടാവുള്ളൂ. അപ്പോൾ കാറ്റിൻ്റെ ഗതി കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് പ്രെഡിക്ഷൻ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ആകാശത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ ക്ലൗഡുകൾ നിൽക്കുന്ന കാണാം, പക്ഷേ ഈ ക്ലൗഡ് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റോളജി പൂനെ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അവർ കൈപെക്സ് പ്രോഗ്രാം അവർ നടത്തി. വളരെ കൃത്യമായിട്ട് ക്ലൗഡുകൾക്കകത്ത് പോയി അവർ ക്ലൗഡുകളെക്കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ അവർ പറയുന്നത് ക്ലൗഡ് ഒരുപാട് പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞു. നമ്മുടെ ഈ സമയത്ത് മൺസൂൺ സമയത്ത് കാണുന്ന നിംബോ സ്റ്റാറ്റസ് ക്ലൗഡുകൾ ഒരുപാട് പൊല്യൂട്ടഡായി. അതുമാത്രമല്ല, നമ്മുടെ മൺസൂണിൻ്റെ വിൻഡിൻ്റെ ഡയറക്ഷൻ മാറിയപ്പോൾ, മൺസൂൺ വീക്കായി തുടങ്ങിയപ്പോൾ കൺവെക്റ്റീവ് ക്ലൗഡുകൾ കൂമ്പാര മേഘങ്ങൾ അതിനോടൊപ്പം തന്നെ വന്നു തുടങ്ങി. അപ്പോൾ ഈ കൂമ്പാര മേഘങ്ങളും ഈ പരക്കെയുള്ള മേഘങ്ങളും നിംബോ സ്റ്റാറ്റസ് ക്ലൗഡുകളും ഈ ക്യുമുലസ് നിംബോ ക്ലൗഡുകളും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ പോലും ഉണ്ടായി തുടങ്ങി. അത് വളരെ കോംപ്ലിക്കേറ്റഡായി. അത് നമുക്കൊരു മോഡലിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അങ്ങനെ വരുന്നത് കൊണ്ടാണ് അതുപോലെ എയ്റോസോൾ, അതിനകത്ത് അവർ കൃത്യമായിട്ട് എയ്റോസോളിനെ കുറിച്ച് പഠിച്ചിരുന്നു. പലതരത്തിലുള്ള എയ്റോസോളുകൾ നോർത്തേൺ റീജിയനിൽ നിന്ന്, നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഇവിടെ എത്തിത്തുടങ്ങിയിരിക്കുന്നു. അപ്പം ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള എയ്റോസോൾസ് ഉണ്ട്, ഈ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചർ ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ മഴത്തുള്ളികളുടെ എണ്ണം ശക്തമായി, അതാണ് അതിതീവ്ര മഴയായിട്ട് വരുന്നത്.
ഇത് നമുക്കൊരു റഡാറിലോ നമുക്കൊരു മോഡലിലോ നമുക്കത് കൃത്യമായിട്ട് ക്യാച്ച് ചെയ്യില്ല. അത് പ്രകൃതിയുടെ ഒരു അബറേഷനാണ്, അതിൻ്റെ ഒരു കാവോട്ടിക് നേച്ചറാണ്. ഒരു കാവോസിനെ നമുക്ക് ഒരു മോഡലിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടാണ് ഈ പ്രഡിക്ഷൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതിലേക്കുള്ള ലക്ഷണങ്ങൾ നേരിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ മാറി നിൽക്കുക. ഇപ്പം നേരത്തെ റിപ്പോർട്ടർ പറഞ്ഞ പോലെ കോഴിക്കോട് ആളുകൾ അവരുടേതായ റിസ്കിൽ തന്നെ അവർ മാറി നിന്നു. അതുതന്നെയാണ് ഏറ്റവും ഉത്തമമായ മാതൃക. കാര്യം നമ്മൾ മാറി നിന്നില്ലെങ്കിൽ നമ്മളുടെ ജീവനാണ്. നമുക്ക് നാച്ചുറൽ ഹസാർഡിൽ നിന്ന് ഇനി ഒരിക്കലും രക്ഷപ്പെടലുണ്ടാവില്ല. പക്ഷേ നാച്ചുറൽ ഹസാർഡിൽ ഒരാളുടെ ജീവൻ, ആളുടെ പോട്ടെ, ഒരു ആനിമലിൻ്റെ പോലും, ഒരു മൃഗത്തിൻ്റെ പോലും ജീവൻ അതിൽ പെടാൻ പാടില്ല. അങ്ങനെ പെടുമ്പോഴാണ് അതൊരു ഡിസാസ്റ്റർ ആകുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ ഒരിക്കലും സംഭവിക്കരുത്. നാച്ചുറൽ ഹസാർഡ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. കാര്യം അത് ആഗോള തലത്തിൽ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വാല്യൂ കുറഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ മൺസൂണിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുകയാണെങ്കിൽ മൺസൂണിൻ്റെ ഒറിജിൻ തന്നെ സദേൺ ഹെമിസ്ഫിയറിലാണ്. സദേൺ ഹെമിസ്ഫിയറിൽ ഇന്ത്യൻ ഓഷ്യനിൽ നിന്നാണ് ഇത് വരുന്നത്, മാസ്ക്രീൻ ഐലൻഡിൽ നിന്നാണ് വരുന്നത്. ആ ഭാഗത്താണ് ഈ ആഗോള താപനത്തിൻ്റെ ഏറ്റവും ശക്തമായ സിഗ്നൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മൺസൂൺ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അതുമാത്രമല്ല, നമ്മളുടെ മൺസൂൺ ട്രഫ് എന്ന് പറയുന്നത് ഇതിനെ വലിച്ചുകൊണ്ടിരുന്ന ആരാണ്? ഇന്ത്യയിലേക്ക് ഈ മൺസൂൺ ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഹിമാലയൻ റീജിയനിലുള്ള ഇൻഡോ ഗാഞ്ചറ്റിക് പ്ലെയിനിലുള്ള മൺസൂൺ ട്രഫാണ് വലിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മൺസൂൺ ട്രഫ് ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ വരുന്ന കാറ്റുകൾ ഭൂമധ്യരേഖ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ വലിക്കുന്നത്, അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് പസഫിക് ഓഷനാണിപ്പോൾ. അതുകൊണ്ടാണ് പസഫിക് ഓഷനിലേക്ക് അത് തിരിഞ്ഞു പോകുന്നത്. ആ തിരിഞ്ഞു പോക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഒന്ന് ആലോചിക്കുക, ഈ 2026 സൂപ്പർ എല്ലിനോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എല്ലിനോ സമയത്ത് മൺസൂൺ വളരെ വീക്കാണ്. ഇത്തവണ മൺസൂൺ സിസ്റ്റം വളരെ വീക്കാണ്. ഈ വീക്കായിട്ടുള്ള മൺസൂൺ സിസ്റ്റം നിലനിൽക്കുന്ന ഈ സമയത്താണ് നമുക്ക് ഇതുപോലുള്ള ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എല്ലിനോ ന്യൂട്രലോ അല്ലെങ്കിൽ ലാനിനോ നിൽക്കുന്ന സമയത്തുള്ള മൺസൂണിൻ്റെ സിസ്റ്റം എങ്ങനെ ഇരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ പ്രിപ്പയർഡായിട്ട് ഇരുന്നില്ലെങ്കിൽ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് 6 മാസം, മെയ് തൊട്ട്, കാര്യം ജൂണാണ് നമ്മൾ തുടക്കമെങ്കിലും മെയ് തൊട്ട് പ്രീ മൺസൂൺ ഷവറുകളുണ്ട്. ആ മെയ് തൊട്ട് ഒക്ടോബർ വരെയുള്ള കാലഘട്ടങ്ങൾ കേരളത്തെ സംബന്ധിച്ച് വളരെ രൂക്ഷമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മൺസൂൺ സെക്കൻഡ് ഹാഫിലാണ് കൂടുതൽ ആക്റ്റീവ് ആകുന്നത്. അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് നമുക്ക് തുലാമഴ ആരംഭിക്കും, നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആരംഭിക്കും. അവിടെയും നമുക്ക് 1-2 ദിവസങ്ങളിലുള്ള സിംഗിൾ സ്പെല്ലുകളാണെങ്കിൽ പോലും ആ സ്പെല്ലുകളും താങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവനവൻ തന്നെ സംരക്ഷിക്കുക. സർക്കാരിന്റെ മുന്നൊരുക്കത്തിലോ അല്ലെങ്കിൽ മുന്നറിയിപ്പിനെയോ കാത്തു നിൽക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള കനത്ത മഴ വരുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ തന്നെ നമ്മൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറുക എന്നല്ലേ സർ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ജീവനാണല്ലോ പ്രധാനം. ഇപ്പോൾ നമ്മൾ ചൂരൽമലയിൽ നമ്മൾ കണ്ടു. ചൂരൽമലയിൽ അന്നത്തെ ഡാറ്റ എൻ്റെ കയ്യിൽ, ഹ്യൂമിൻ്റെ പ്രൈവറ്റ് ഏജൻസികൾ നടത്തിയിരിക്കുന്ന ഡാറ്റ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 5 ദിവസം നമുക്ക് കൃത്യമായിട്ട് പ്രകൃതി സമയം തന്നു മാറി നിൽക്കാനായിട്ടുള്ളത്. 25-ാം തീയതി 26-ാം തീയതി ഒക്കെ അതിൽ 14 സ്റ്റേഷൻ്റെ ഡാറ്റയിൽ 2-3 സ്റ്റേഷനിൽ അതിതീവ്ര മഴ പോലും പെയ്തു. അത്രയും ചെരിവുള്ളൊരു പ്രദേശത്ത് ഇത്രയും മഴ പെയ്യുന്നത് 5 ദിവസം നിന്ന് മഴ പെയ്യുകയും അതിൽ 2-3 സ്ഥലത്ത് അതിതീവ്ര മഴയും പെയ്യുമ്പോൾ കുറഞ്ഞ പക്ഷം നമുക്ക് 2-ാമത്തെ ദിവസമോ 3-ാമത്തെ ദിവസമോ നമുക്ക് മാറി നിൽക്കാമല്ലോ. അങ്ങനെ മാറി നിന്നിരുന്നെങ്കിൽ ഈ 500 ജീവനുകൾ, വിലപ്പെട്ട ജീവനുകൾ പോയില്ലായിരുന്നല്ലോ. നമ്മൾ ദുരന്ത നിവാരണ അതോറിറ്റിയും ഗവൺമെൻറ് തരുന്ന ഇതും ഒരു വശത്തൂടെ വന്നോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തി ജീവിതത്തിൽ നമുക്ക് എടുക്കേണ്ട നിലപാടുകൾ, അങ്ങനെ ആളുകൾ നിലപാടെടുത്ത് മാറുന്നതുകൊണ്ടാണ് അവരുടെ ജീവൻ രക്ഷപ്പെടുന്നത്. ഫോർകാസ്റ്റിങ്ങിന് ഒരു പരിമിതികളുണ്ട്. ഞാൻ എപ്പോഴും പറയും, ട്രോപ്പിക്കൽ മീറ്ററോളജി, അതായത് ഉഷ്ണമേഖലാ രാജ്യത്തുള്ള തീർച്ചയായിട്ടും തിരികെ എത്താം.